ബഹുമാനപ്പെട്ട കേരള ഉലമാവിൻ്റെ എല്ലാം കൊണ്ടും കുത്തുബായിരുന്ന അവലംബം. കുത്തുബ് എന്നുള്ള പേര് ബഹുമാനപ്പെട്ടവർക്ക് എന്തായിരുന്നാലും യോജിക്കും. ആ കുത്തുബ് അതിലേക്ക് ചേർത്തിട്ട് കുത്തുബി എന്ന് പറഞ്ഞാലും കുത്തുബ് തന്നെയാണ് കേരള ഉലമാവിൻ്റെ. എന്നാൽ ഒരു വേള ചിന്തിക്കുകയാണെങ്കിൽ ഉലമാവിൻ്റെ മാത്രമല്ല, കേരളത്തിലുള്ള ആരിഫ്യം കൂടി അവലംബമാണ്. അത് അവരുടെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നാം അവരെ കണ്ടിട്ടില്ല. അവർകൾ വഫാത്തായി നമ്മൾ ജനിച്ചതിൻ്റെ ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോടെ യാത്ര പോകുന്നത്. 964 ജനനം നമ്മളുടേത്. ബഹുമാനപ്പെട്ടവർ 66 വഫാത്തായി. 983 ജനനാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ 85 വഫാത്തായിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട കുത്തുബി അവർകളെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടവരെ കണ്ടിരിക്കുന്നു, അത് യാഥാർത്ഥ്യം. അവരുടെ നമ്മൾ 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 9-9.5 വയസ്സ് മുതൽ ഇന്ന് വരെയും കേൾക്കപ്പെടുന്ന ഒരു മഹാവ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട കുത്തുബി അവർകളാണ്. കേരള ഉലമായിൽ നിന്ന് അവരുടെ പേര് കേൾക്കാത്ത അല്ലെങ്കിൽ അവരുമായി ബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത ദിവസങ്ങൾ അതല്ലെങ്കിൽ കുറവാണ്. ആരുമായി ബന്ധിക്കുകയാണെങ്കിലും ദർസിലെ ഉസ്താദന്മാരെ സദസ്സിൽ ബഹുമാനപ്പെട്ട കുത്തുബി അവർകളെ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ള അക്കാലത്ത് നമ്മൾ പഠിച്ചിരുന്ന മഞ്ചേരിയാണല്ലോ. മഞ്ചേരി കോഴിക്കോട് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ടൗണായിട്ടാണ് മഞ്ചേരിയെ അക്കാലത്ത് അറിയപ്പെടുന്നത്. അന്നും ഇന്നും മഞ്ചേരി ഒരുപോലെയെന്ന് മാത്രമേ ഉള്ളൂ. ആ ബഹുമാനപ്പെട്ട ആ മഞ്ചേരിയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ബഹുമാനപ്പെട്ട ഉലമാവ്, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമൻ്റെ ഉലമാവും സമസ്ത കേരള ജമിയത്തിൻ്റെ ഉലമാക്കളെല്ലാം ഒരുമിച്ച് കൂടൽ അവിടെ പതിവാണ്. അന്ന് ഇന്നത്തെ പോലെ കാണുമ്പോൾ സലാം ചെല്ലാൻ മടിക്കുകയോ അല്ലെങ്കിൽ കാണുമ്പോൾ മിണ്ടാതിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അന്ന് എല്ലാവരും ലോക്യത്തിലാണ്, എല്ലാവരും സൗഹൃദത്തിലാണ്. അന്ന് മഞ്ചേരിയിലെ പ്രധാന മുദരിസ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മളെ അവാർഡ് സ്വീകരിക്കുന്ന മുഹമ്മദ് ബാക്കവി അവരുടെ ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഉസ്താദാണ് അൻവർ അബ്ദുള്ള, ബഹുമാനപ്പെട്ട കുട്ടിയല്ലേരുടെ മകൻ അൻവർ അബ്ദുള്ള ഉസ്താദ്. അവരുടെ വാപ്പയും ഉസ്താദുമാകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഫദ്ഫരി അവരുടെ ഉസ്താദും കൂടിയാണല്ലോ ബഹുമാനപ്പെട്ട കുത്തുബി. ബഹുമാനപ്പെട്ട വണ്ടൂര് മൂപ്പര് ഉസ്താദാണ് കുത്തുബി. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫദ്ഫരിയുടെ ഉസ്താദാകുന്ന മഞ്ചേരി അബ്ദുറഹ്മാൻ പാപ്പ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വല്യപ്പാൻ്റെ വാപ്പ എന്ന് പറഞ്ഞതുപോലെയാണുള്ളത്. രണ്ട് ഉസ്താദന്മാരുടെ ഭാഗത്ത് കൂടി ചെന്നാൽ മഞ്ചേരി അബ്ദുറഹ്മാനിലേക്കുള്ളിലാണ് എത്തുക. ആ മഞ്ചേരി അബ്ദുറഹ്മാൻ സലീം നബ്ബറല്ലാഹു മർക്കദൊക്കെ അവിടെ ദർസ് നടത്തുന്ന കാലം ഉലമാക്കൾ 4 ഭാഗത്തിൽ കൂടെയുള്ള ഉലമാക്കളും അവിടെ പരസ്പരം പല സ്ഥലത്തും ഒരുമിച്ച് കൂടുന്നുണ്ട്. അന്നൊക്കെ പറയുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട കുത്തുബിയെയും ബഹുമാനപ്പെട്ട വണ്ടൂര് മൂപ്പരെയും പരാമർശിക്കാത്ത സദസ്സുകളോ സംസാരങ്ങളോ കുറവാണ്. ഒരു ആലിമിനെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ, ഒരു വിലായത്തിനെ പറയുകയാണെങ്കിലും ബഹുമാനപ്പെട്ട കുത്തുബി അവർകളെ പറയാറുണ്ട്, വണ്ടൂര് മൂപ്പരെയും പറയാറുണ്ട്. സംഘടനകൾ വ്യത്യസ്തമാണെങ്കിൽ പോലും, കാരണം അവർ ഈ സദസ്സ് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് അവരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മൗലാന പറഞ്ഞതുപോലെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? കണ്ടവർക്ക് തന്നെ അവരെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് അവരെ ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുന അവരിപ്പോൾ മൗലാന പറഞ്ഞല്ലോ, ഖുദ്ദസിറുഹു എന്ന് പറയാതെ പേര് പറയൂല. കുത്തുബി തങ്ങൾ എന്നാണ് നമ്മളെ ചെറുപ്പം മുതലേ കേൾക്കാറുള്ളത്. സയ്യിദ് കുടുംബത്തിൽ ജനിച്ചവരല്ല, പക്ഷേ സയ്യിദ് കുടുംബത്തിൻ്റെ എല്ലാ ആശീർവാദവും അവർക്കുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദു ഷരീഫ് അലവിയിൽ മമ്പുറമി റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ മദ്ഹാണല്ലോ പറയണത്. മദ്ഹിലിപ്പം മനാഖിബ് പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടി 100% സഹിയായ റിവായത്തൊന്നും കിട്ടാൻ പ്രയാസക്കാരം. അതുകൊണ്ടാണ് ഫളായിലുൽ അഅ്മാല്, മനാഖിബ്, തർഗീബ്, തർഹീബിലൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിലുള്ള ലഈഫിനെയും അവലംബിക്കാറുണ്ടല്ലോ. വേണമെങ്കിൽ ചിലപ്പോൾ മനാമാത്തുകളെയും അവലംബിക്കും. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അതല്ല അങ്ങ് 100% കറക്റ്റ് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊന്നും തൽക്കാലം കിട്ടൂല. നമ്മളവരെ കണ്ടിട്ടില്ല. ഏതായാലും ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാപ്പ അഹമ്മദ് മുസ്ലിയാരുടെ വാപ്പ അവർകൾ ചെപ്പിയാലത്തങ്ങ് താമസിച്ച അവർകൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫുൽ അലവിയിൽ മമ്പുറമ്മി അവരോട് ചോദിച്ചത്രേ, എനിക്കെൻ്റെ മകൻ ഒരു പ്രധാനപ്പെട്ട ആലിമാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സയ്യിദ് ഷരീഫുൽ അലവിയിൽ മമ്പുറമ്മി പറഞ്ഞത്രേ, നിങ്ങളുടെ മകനല്ല, മകൻ്റെ മകൻ ഒരു ആലിമാണ്.
മമ്പുറത്തപ്പാപ്പാനെ പോലത്തെ ആളുകൾ ഒരു ആലിമെന്ന് പറയണമെങ്കിൽ എല്ലാ നിലക്കും അത് ആലിമായി തീരണം. അങ്ങനത്തെ ബഹുമാനപ്പെട്ട അപ്പോൾ തങ്ങന്മാരുടെയും സയ്യിദന്മാരുടെ ആശീർവാദമുണ്ട്, ഔലിയാക്കന്മാരുടെ ആശീർവാദമുണ്ട്. മുമ്പ് ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുന അവറുകളുടേതായ ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യമായിട്ട് നമ്മൾ ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്മരണിക നമ്മൾ ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനാൻ്റെതേ വായിച്ചിട്ടുള്ളൂ. അത് വായിക്കാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ച കാര്യം ബഹുമാനപ്പെട്ട നമ്മളെ ഊരകം ബാപ്പു മുസ്ലിയുടെ ജ്യേഷ്ഠ സഹോദരൻ നെല്ലിപ്പറമ്പിലെ കുട്ടി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന, അവിടെ ആ ഭാഗത്തൊക്കെ സൂഫി വര്യനായിട്ടാണ് മൂപ്പർ അറിയപ്പെട്ടിട്ടുള്ളത്. നെല്ലിപ്പറമ്പിലെ കുട്ടി എന്നോട് പറഞ്ഞതും, കുട്ടി ബഹുമാനപ്പെട്ട മൂപ്പർ പറഞ്ഞ വാക്കെടുക്കുകയാണെങ്കിൽ സദക്കുത്തളം സുലേരുടേതായ ആ സ്മരണിക അത് വായിക്കണം, മുതഅല്ലിമീങ്ങളും മുഅദ്ദിസന്മാരും അത് വായിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇൽമ് പഠിക്കുക, എങ്ങനെയാണ് ഒരു ആലിമാവേണ്ടത് എന്നറിയണമെങ്കിൽ അത് വായിക്കണമെന്ന് പറഞ്ഞ് മൂപ്പർ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടാണ് നമ്മളതെന്ത് ചെയ്ത് സംഘടിപ്പിച്ചത്. അപ്പോൾ അതിലൊരിക്കൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കുത്തുബി അവറുകൾ എന്താണ് ഏതോ ഒരു വീട്ടിൽ 10 വയസ്സാകുന്ന സമയത്ത് അതൊരു വീട്ടിൽ എന്താണ് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവരെ ഒരു അടി കിട്ടിയതിൻ്റെ പേരിൽ എന്താണ് അവിടെ നിന്ന് നാട് വിട്ടു എന്നും രാത്രിയിൽ എന്താണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തങ്ങി എന്നൊക്കെ പാടെ പറയുന്നതിൻ്റെ രേഖകൾ അവിടെ പറയുന്നുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. ഏതായാലും അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാളവണ്ടിയിൽ ഒരു മഹാനായ പണ്ഡിതൻ വരുന്നുണ്ട് എന്നും ആ മഹാനായ പണ്ഡിതനെ കുത്തുബി അവർക്ക് അറിയില്ലെങ്കിലും അവർ നിർത്തി എന്താ മകനെ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു, നീ എൻ്റെ കൂടെ പഠിക്കാൻ വരുന്നോ എന്ന് ചോദിച്ചു എന്നും അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ദർസിലേക്ക് പോയി. അതായിരുന്നു ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിക്കപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ട സൂഫി വര്യൻ. അവർ വലിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവരുടെ പള്ളിയിൽ ഇതൊക്കെ കീലകളാട്ടോ. ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ ഓതിപ്പടിക്കണ കാലമാണ് നമ്മൾ വടകര മുഹമ്മദാജി പാപ്പ നമ്പർ അള്ളാഹു മർക്കദ വർഫ അള്ളാഹു റജത്ത റളിയല്ലാഹു അൻഹു. അവർകൾ ഓതിപ്പടിക്കണ കാലത്ത് 15 വയസ്സുകാരനാകുന്ന അവർ ചെലവ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് അവരെന്ത് ചെയ്യും, വേഗം അങ്ങോട്ട് പോകും. നമ്മൾ സാധാരണക്കാരാണെങ്കിലോ വ്യാഴാഴ്ച രാവും വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും എന്ന് ദ്വാരക്കണം, അപ്പോഴാണല്ലോ ആളുകൾക്ക് തൃപ്തിയാകുക. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്യും, ദ്വാരക്കാതാണ്ട് പോകും. ഒരു ദിവസം ബഹുമാനപ്പെട്ട കമ്മ്യൂണിയൽ പാപ്പാനോട് ഈ കേസ് പറയണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഈ കുട്ടി രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ബേക്കിലൂടെ ബഹുമാനപ്പെട്ട വീട്ടുകാരനും പോയി കമ്മ്യൂണിയൽ പാപ്പാനോട് ഈ സങ്കടം ഒന്ന് പറയണം എന്നുള്ളവർക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ തലക്കടത്തൂർ ജുമാ മസ്ജിദിന് പള്ളിക്കാട്ടിലേക്ക് അഥവാ ഖബർസ്ഥാനിലേക്കാണ്ട് എത്തുമ്പോൾ ഈ മമ്മദാജി പാപ്പ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞത്രേ, അല്ല അസ്സലാമു അലൈക്കും ദാറഖൗമി മോമിൻ എന്ന് പറഞ്ഞപ്പോൾ പള്ളിക്കാടിൽ നിന്ന് ഒന്നായിട്ട് വഅലൈക്കും അസ്സലാം എന്ന് മറുപടി പറയുന്നതായിട്ട് കേട്ടു. ഈ വീട്ടുകാരൻ ആകെ പരിഭ്രമിച്ച് ബഹുമാനപ്പെട്ട കമ്മ്യൂണിയൽ പാപ്പാൻ്റെ തിരുഹദറത്തിൽ ചെന്ന് സങ്കടത്തോടു കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചത് എന്തിനോട് വന്നു ചോദിച്ചപ്പോൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടു, എന്നാൽ മിണ്ടണ്ട, ഞാൻ അങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞത്രേ. ഇങ്ങനത്തെ ഔലിയാക്കന്മാരും മഹത്തുക്കളൊക്കെ ബഹുമാനപ്പെട്ട കമ്മ്യൂണിയൽ പാപ്പാൻ്റെ അടുത്താണ് ഓതിപ്പടിച്ചിട്ടുള്ളതെന്ന് കേൾക്കുന്നുണ്ട്. ആ മമ്മദാജി പാപ്പ ബഹുമാനപ്പെട്ടവരടക്കമുള്ള ആളുകൾക്ക് ഓതിക്കൊടുത്ത് അതേ കമ്മ്യൂണിയൽ പാപ്പയാണ് ഇത്ര ആദ്യമായി തുടങ്ങിക്കൊടുത്തത്. ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനാൻ്റെ ഉസ്താദാണെങ്കിലും ബാപ്പയാണെങ്കിലും അക്കാലത്ത് വിവിധ ഫന്നുകളിൽ പ്രഗത്ഭരായിട്ടാണ് ബഹുമാനപ്പെട്ട പോക്കർ മുസ്ലിയാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇവിടുത്തെ മിഷനറി പ്രവർത്തനങ്ങൾക്കെതിരിൽ ബഹുമാനപ്പെട്ട എന്താ തങ്ങളെ പേര് മക്തി തങ്ങൾ, ബഹുമാനപ്പെട്ട മക്തി തങ്ങളുടെ കൂടെയായിരുന്നു ബഹുമാനപ്പെട്ട പോക്കറുലി പാപ്പ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഫന്നുകളും മാത്രമല്ല കിതാബുകളും ഫന്നുകളും ഇതര ഭാഷകളും നന്നായി കൈകാര്യം ചെയ്യുന്ന കഴിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഈ പോക്കുരുവൽ പാപ്പ. ആ പോക്കുരുവൽ പാപ്പാൻ്റെ അടുത്തുനിന്ന് ഓതി. പിന്നെ ബഹുമാനപ്പെട്ട നമ്മൾ യാനത്തുകാരൻ്റെ ഉസ്താദും കൂടിയാകുന്ന കോടഞ്ചേരി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാപ്പ നബ്ബർ അല്ലാഹു മർഖദ വറഫഅ അല്ലാഹു ദറജത റളിയല്ലാഹു അൻഹു 9 കൊല്ലം ഇവിടെയല്ല പല ദർസുകളിലും പഠിച്ച് പല മേഖലകളിലും ചെന്ന് പഠിച്ച് മേപ്പല പിന്നെ ബഹുമാനപ്പെട്ട നാദാപുരം മേനക്കത്തൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ പക്കലും പഠിച്ച് ബഹുമാനപ്പെട്ടവർ ഇവിടെ നിന്ന് പിന്നെന്താണ് മസ്ജിദുൽ ഹറാമിൽ ചെന്ന് 9 കൊല്ലത്തോളം അവിടെ പഠനവും പഠിപ്പിക്കലും കൂടി നടത്തിയ മഹാനായ
ഒരാളാണ് ബഹുമാനപ്പെട്ട കോടഞ്ചേരി. ആ കോടഞ്ചേരിൻ്റെ പക്കൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിം നബ്ബറുല്ലാഹു മർക്കദ് അവരുടെ തിരുഹദറത്തിലേക്ക് വരുന്നത്. ചാലിലകത്താണെങ്കിൽ നേരത്തെ പറയപ്പെട്ടവർ ഇത് മൗലാന എഴുതിയിട്ടുണ്ട്, അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ വണ്ടൂർ വെല്ലൂർ ബാക്കിയാത്ത സ്വാലിയാത്തിലെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ പക്കൽ നിന്ന് പഠിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ലത്തീഫിയയിൽ അവരാണെങ്കിലും ബറേലി സുന്നികളാണ്, അവരിൽ നിന്ന് ശരിയായ രീതിയിൽ ഫന്നുകളും മറ്റുള്ള കാര്യങ്ങളും ശരിയായി പഠിച്ച് ബഹുമാനപ്പെട്ട അതിനാപട്ടണ മഹാനവറുകളിലേക്കും ചെന്ന് വിവിധ ഫന്നുകളും വിവിധ കലകളും കിതാബുകളും മുഴുവനും വട്ടം പോലെ ഹാസലാക്കിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ തറമല പള്ളിയിൽ അതല്ലെങ്കിൽ തിരുവങ്ങാടി പള്ളിയിൽ ദർസ് നടത്തുന്നത്. ആ പള്ളിയിൽ തന്നെ മുതൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കുത്തുബി തങ്ങൾ അവറുകളും എന്താണ് ദർസിന് ചേരുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഹാനായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബീലാൻകുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞു, 986 താന്നൂർ മോരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഞാനന്ന് അവിടുത്തെ മുദരിസാണ്. അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട കുത്തുബി അവറുകൾ ചാലിലകത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു മുദരിസാണ്, അത്യാവശ്യം കിതാബ് കിട്ടുന്ന നല്ലൊരു പ്രഗത്ഭനായ മുദരിസായിട്ടാണ് ചാലിലകത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട അവർ രണ്ടുപേരും പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി പാപ്പ ബീരാൻകുട്ടി മുസ്ലിയാരാണെങ്കിൽ കൈപ്പറ്റ ബീരാൻകുട്ടി പാപ്പാൻ്റെ അടുത്ത് ഓതിയ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരാണെങ്കിൽ ബഹുമാനപ്പെട്ട കരിങ്ങപ്പാറൻ്റെ ഒക്കെ ഉസ്താദാകുന്ന ഈ കരിങ്ങപ്പാറിൻ്റെ അടുത്തൊക്കെ ഓതി പഠിച്ച ആളാണ്, കരിങ്ങപ്പാറിൻ്റെ അടുത്ത് ഓതി പഠിച്ച. അപ്പോൾ ചുരുക്കത്തിൽ അവരൊക്കെ എന്താണ് ബഹുമാനപ്പെട്ട കുത്തുബി അവറുകളെയും വണ്ടൂര മൂപ്പരെയൊക്കെ ആദരവോടുകൂടിയും അങ്ങേറ്റത് ബഹുമാനത്തോടുകൂടെ കാണുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുത്തുബി മുദരിസായത് ചാലിലകത്തിൻ്റെ അടുത്ത് മാത്രമല്ല, ചാലിലകത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ മൂപ്പര് നല്ലൊരു മുദരിസാണ്. അങ്ങനത്തെ ചാലിലകത്തിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ടവർ പോയി നോക്കുമ്പോൾ അവിടെയുള്ള തൻ്റെ പ്രായക്കാരും അതല്ലാത്തവരുമായ പലരുടെയും ഉസ്താദാണ് മഹാനായ കുത്തുബി. ഇത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കുത്തുബി അവറുകൾ അങ്ങനത്തെ ഒരു ആലിമനെ നമ്മൾ ചരിത്രത്തെ പരിശോധിച്ചാൽ കാണാൻ പ്രയാസം. വളരെ എന്ന് വെച്ചാൽ ഇമാമ്യങ്ങൾ താഴ്ത്തിക്കെട്ടാനല്ല ഈ പറഞ്ഞത്, സ്വഹാബത്തോ താപ്യങ്ങളൊന്നുമല്ല. നമ്മൾ മഹാനായ ഇബ്നു അബ്ദുസ്സലാം അബ്ദുൽ അസീസ് ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിച്ചാൽ ആ ചരിത്രം വായിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഹാനായ കുത്തുബി തങ്ങളെയാണ്. എന്തത് പറയാനുള്ള കാരണം, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഇസുദ്ദീൻ ബിൻ അബ്ദുസ്സലാമിൻ്റെ ശിഷ്യനാണെങ്കിലോ തഖീദ്ദീൻ ബിൻ തഖീഖുൽ ഈദ് എന്ന് പറഞ്ഞാൽ 6 ജില്ലക്കാരനല്ല, ഒരാളെയും പ്രത്യേകം കൂസാത്തൊരു പ്രകൃതിക്കാരൻ. ആര് വന്നാലും സുൽത്താൻ വന്നാൽ പോലും യാ ഇൻസാൻ ഒടോ എന്ന് തന്നെ പ്രയോഗിക്കുന്ന ആളാ തഖീദ്ദീൻ ബിൻ തഖീഖുൽ ഈദ്. മഹാനായ ഇബ്നു റിഫഅത്തിനെ പോലെയുള്ള ആരെങ്കിലും വന്നാൽ പറയും യാ ഫഖീഹ്. മഹാനായ താജുദ്ദീൻ സുബ്കി വന തിൽക കലിമത്തുൻ ലാ യസ്മഹു അലി അഹദിൻ ഇല്ലാ ഇബ്നു റിഫഅത്ത് വ നഹ്ബിഹി. ഇബ്നു റിഫഅത്ത് പോലത്തോലെ കണ്ടാൽ ചിലപ്പോൾ മൗലിയരേന്ന് വിളിച്ചു, അതായത് ഫഖീഹെന്ന് വിളിച്ചേക്കും. അങ്ങനത്തെ ഇബ്നു തഖീഖുൽ ഈദ്, ആ ഇബ്നു തഖീഖുൽ ഈദ് മാലിക്കി മദ്ഹബിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. മാലിക്കി മദ്ഹബിൽ അതിപ്രഗത്ഭരിൽ കൂട്ടത്തിലാണ് അന്ന് തഖീദ്ദീൻ ബിൻ തഖീഖുൽ ഈദ്. അവർ ഇസുദ്ദീൻ ബിൻ അബ്ദുസ്സലാമിൻ്റെ മഹാകഴിവ് കണ്ട് അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം തൻ്റെ ഉസ്താദിനിക്ക് മൂപ്പര് കൊടുത്ത പേര് സുൽത്താനുൽ ഉലമ. വേറെ പറയുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ മനാമിൽ വിളിച്ചാന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. ഞാൻ കണ്ട രേഖയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ അതും രേഖയിലുണ്ട്. പക്ഷേ താജുദ്ദീൻ സുബ്കി പറയാണ്, ആദ്യമായിക്കൊണ്ട് വേറെ ഒരാളെയും വിളിക്കപ്പെട്ടിട്ടില്ല ആ പേര് സുൽത്താനുൽ ഉലമ എന്നുള്ള പേര്. അതിൻ്റെ മുമ്പുള്ള ഒരാളെയും വിളിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ശേഷവും വിളിക്കപ്പെട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ആ സുൽത്താനുൽ ഉലമ എന്ന് തഖീദ്ദീൻ ബിൻ തഖീഖുൽ ഈദ് ഇബ്നു അബ്ദുസ്സലാമിനെ വിളിക്കണമെങ്കിൽ അത് ചില്ലറ വിളിയല്ല. ഇബ്നു അബ്ദുസ്സലാമിനെ പഠിക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ആരാര് പോവുകയാണെങ്കിൽ ഇബ്നു അബ്ദുസ്സലാമിൻ്റെ സ്വഭാവം മറ്റൊരു രീതിയേക്കാരും. ഒരിക്കലും അറിയപ്പെട്ട രാജാവ് നടന്നു പോവുക, അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ സംഘങ്ങളുണ്ട്. ആ മൗക്കബിൻ അളീമിൻ്റെ അടുക്കൽ വെച്ചിട്ട് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞ യാ ഇൻസാൻ, എടാ മനുഷ്യ, നീ ഇവിടെ അധികാരം നടത്തുന്നുണ്ടല്ലേ, നിൻ്റെ കയ്യിലുള്ളതാ ഇവിടെ പല കടകളിലൊക്കെ മദ്യമല്ലേ വിളിക്കപ്പെടുന്നത് എന്നിട്ട് ചോദിച്ചപ്പോൾ ഇയാളാകണ്ട് പേടിച്ചു. അവിടെ ഉള്ള വിലമാവ് പോലും പേടിച്ചു. വിലമാവ് എങ്ങനെ പേടിച്ചു? എന്തായിരിക്കും ഇനി രാജാവിൻ്റെ നിലപാടെന്നറിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാമിനോട് ഈ രാജാവ് പറഞ്ഞു, ഞാനതറിയില്ല, എൻ്റെ ഉപ്പാൻ്റെ കാലത്തുള്ളതാണ്. ഓ, നിനക്ക് മറ്റുള്ള കുറേശ്യകൾ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ആബാവിനെ നമ്മൾ വജദനാലെ ഈ ആബാ അന ഇന്നഹും കാനു ഇലാഹരി, അവരങ്ങനെയാണ്, അതിൻ്റെ ആബാൻ്റെ സ്വഭാവമാണല്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വാക്ക് പരിഗണിച്ചിട്ട് അവിടെ മുതൽ ആ മദ്യവ്യാപാരം മറ്റൊക്കെ എന്ത് ചെയ്തു, ഇല്ലായ്മ ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട വലിയ വലിയ വിലമാക്കൾ വന്ന് ചോദിച്ചത്ര, അല്ല മൂപ്പരെ, എങ്ങനെ നിങ്ങൾ ആ രാജാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞത്?
എങ്ങനെ എനിക്ക് പറയാൻ ധൈര്യപ്പെട്ടു? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ആ സമയത്ത് അള്ളാനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് എനിക്ക് രാജാവിനെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പല സംഭവങ്ങളിൽ ഇബ്നു അബ്ദുസ്സലാമിൻ്റെതാ തുർക്കി രാജാക്കന്മാരെ വിറ്റ ചരിത്രമുണ്ട്. തുർക്കിയിലെ അവർ ഉമറാ അല്ലെങ്കിൽ മുലൂക്ക്, സുൽത്താൻ്റെ കയ്യിലുള്ള മുലൂക്കുകൾ എന്ത് ചെയ്ത് മൂപ്പര് വിൽപ്പന നടത്തി. മൂപ്പര് പറഞ്ഞ് ഇവിടെ ഉള്ളതായിരിക്കുന്ന ഈ രാജാക്കളൊക്കെ അടിമകളാകുന്നു എന്നുള്ളതാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അവർ സ്വതന്ത്രരാണ് എന്നതിൻ്റെ തെളിവേ ഇല്ല. ആ ഒരു അടിസ്ഥാനത്തിൽ ഇവർ നടത്തുന്നതായ കച്ചവടങ്ങളും ഇവർ നടത്തുന്ന അധികാരങ്ങളൊന്നും സാധുവല്ല അടിമകളായതുകൊണ്ട്. പിന്നെ ഞാൻ ബാക്കി പറയാണ്ടോ, മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും എല്ലാം പാടെ കിടന്നിട്ട് ആകെ മിസ്ർ ഇങ്ങനെ കിടന്ന് കുലുങ്ങുകയാണ്. ഉലമാവ് വലിയ വലിയ ഉലമാക്കൾ മോളിൽ ബേജാറിലാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. എല്ലാ നിലക്കും പരിശ്രമിച്ചു. അന്നത്തെ സുൽത്താൻ ചോദിച്ചു, എന്താ നമ്മൾ? സുൽത്താൻ ശരിയാണ്. സുൽത്താൻ ചോദിച്ചു, എന്ത് ചെയ്യും? എന്തു ചെയ്യാനില്ല, അവരടിമകളായിട്ട് തന്നെയാണുള്ളത്. വിൽക്കപ്പെടുക, എന്നിട്ട് അവരുടേതായിരിക്കുന്ന സമ്പത്ത് പൊതു ഖജനാവിലേക്ക് സമർപ്പിക്കപ്പെടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ മോചിപ്പിക്കുക, അടിമത്തരത്തിൽ മോചിപ്പിക്കണം. അവസാനം എന്ത് ചെയ്യണമെന്നറിഞ്ഞിട്ടില്ല. അവരുടെ നേതൃത്വം വഹിക്കുന്ന ഒരു മലിക്ക്, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞോളൂ, അദ്ദേഹം എന്ത് നേരിട്ട് വാളുമായിട്ട് അവസാനം വന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ദുസ്സലാമിനെ വധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. പക്ഷേ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുഹദറത്തിലേക്ക് എത്തിയപ്പോൾ ഈ കാണുന്നതായ ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് വിറച്ച് വാളങ്ങോട്ട് വീണുപോയി. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ദുസ്സലാമിനെ കണ്ടപ്പോൾ വാവിട്ട് കരഞ്ഞു. അവസാനം പറഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് തിരിച്ചിട്ട് അവർ, നിങ്ങൾ അടിമകളായിട്ട് തന്നെയാണ്, നിങ്ങൾ അടിമത്തരത്തിൽ നിന്ന് മോചിപ്പിക്കാതെ സാധുവല്ല. ഇസ്ലാമിൻ്റെ വിധി തന്നെയാണ്, യാതൊരു സംശയവും അതിലില്ല. അപ്പം ഞങ്ങൾ ആരാ വാങ്ങുക വെച്ചു? നിങ്ങളെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങും, ഏറ്റവും വലിയ വിലക്ക് വാങ്ങും. എന്നിട്ടോ ഞാൻ നിങ്ങളെ അടിമത്തരത്തിൽ മോചിപ്പിക്കും, അതോടുകൂടെ നിങ്ങളെ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ സദസ്സ് ഒരുമിച്ച് കൂട്ടി. പണ്ഡിതന്മാരതിലുണ്ട്. മൂപ്പര് ഏറ്റവും വലിയ വിലക്ക് ഓരോരുത്തരെയും കാശ് കൊടുത്ത് വാങ്ങി. വളരെ ദരിദ്രനും ഫക്കീറുമായി ജീവിച്ച ആളാണ് ഇബ്നു അബ്ദുസ്സലാം. നന്ന ചെറുപ്പത്തിൽ വളരെ ഫക്കീറാണ്. ജോലിയൊക്കെ ചെയ്യണത് കുറച്ച് പ്രായം അങ്ങോട്ട് എത്തിയിട്ടാ. ഒരു ദിവസം എന്താണ്, എഹ്തിലാം ഉറക്കത്തിൽ ഒരു പള്ളിയിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സ്വപ്നസ്കല്ലുണ്ടായി. അങ്ങനെ അതിതണുത്തതായിരിക്കുന്ന കാലം, തണുപ്പ് തീവ്രമായ കാലം, ചൂടുവെള്ളമില്ല. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ പള്ളീൻ്റെ പുറത്തെടുക്കാൻ മാർഗ്ഗമില്ല. കുളിച്ചു. രണ്ടാമതും അള്ളാഹിൻ്റെ പരീക്ഷണം വന്നു. ചിലർ പറയുന്നു മൂന്നാമതും ഉണ്ടായിന്ന്. ഓരോ സമയത്തും അള്ളാഹ്ക്ക് വേണ്ടി തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണ്. ഏതായാലും പിന്നെ മൂപ്പര് മഹാനവർ ബോധം കെട്ടി വീഴുകയാണ്. ബോധം കെട്ടി വീണപ്പോഴാണ് ഒരു അശരീരി വിളിക്കുന്നുണ്ട്, അബ്ദുസ്സലാം നിനക്ക് എന്താ വേണ്ടത്? അമലാണോ വേണ്ടത്, ഇൽമാണോ വേണ്ടത്? അമലാണെങ്കിൽ ശമ്പളം കിട്ടും, അതായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അല്ല, അതല്ല സൽക്കർമ്മം എന്നുള്ളതാണ്, എനിക്കറിയില്ല. ഇൽമാണോ? മഹാനവർ പറഞ്ഞു, ഇൽമിന് വേണ്ടിയാണ്, ഇൽമാണ് എനിക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഇൽമാണ് പഠിച്ച് വലിയ 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 ഉന്നത ദർജയിലേക്ക് അല്ലാഹു തആല അവരെ കൊണ്ടുവന്നു. അവരുടെ മുന്നിൽ ഭരണകർത്താക്കളും പണ്ഡിതന്മാരും മറ്റുള്ളവരൊക്കെ എന്താണ്, അതിൻ്റേതായ സ്ഥാനമനുസരിച്ച് അവർ കാണും. അങ്ങനെ അവസാനം ഈ കാണുന്ന ഉമറാഗിനിക്ക് വില പറഞ്ഞ് ലേലം വിളിച്ച് വലിയ വില പറഞ്ഞ് ആ വിലക്ക് മൂപ്പര് വാങ്ങി പരസ്യമായ രീതിയിൽ നിങ്ങൾ അഴുത്തക്കത്തുക്കും ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങളെ എത്തുക്ക് ചെല്ലിയായിരുന്നു. അതോടുകൂടെ അവിടെ വിഷയം അവസാനിച്ചു. മഹാന്മാരായ ഇബ്നു ഹുമാമിനെ പോലത്തെ ആളുകൾ പേടിച്ചു പോയിന്ന്, എങ്ങനെ സംഭവിച്ചു പോയി? അപ്പോഴൊക്കെ ചോദിക്കുന്ന മറുപടി ഇതാ, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഇവരൊക്കെ ചെറിയതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമാണ് ഖുതുബി. അവർ ഈ ചരിത്രം വായിക്കുമ്പോൾ ഖുതുബിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഏത് വലിയ ആളുകൾ വന്നാലും, എത്ര വലിയ പേരും പ്രസിദ്ധിയുള്ളവർ വന്നാലും മഹാനവരുടെ മുന്നിൽ അവരാരും ഒന്നുമല്ല. ഒരൊറ്റ ഉദാഹരണമല്ല പറയാനുള്ളത്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും എത്തിച്ചു കൊടുത്തിരുന്ന ആളാണ് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അമ്മോശൻ്റെ വാപ്പ, പിന്നെ കക്കോടൻ മമ്മുഹാജി എന്ന് പറഞ്ഞ ആൾ, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഖുതുബി അവറുകൾ വളരെയധികം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന ആളാണ്. മഹാവറുകൾ അക്കാലത്തുണ്ടായ ഈ ദർസി ഏകീകരണവുമായി ബന്ധിച്ചൊരു വിഷയത്തിൽ നിന്നാണ് 5 ആളുകളെ കൂടെ ബഹുമാനപ്പെട്ട മമ്മുഹാജിയെയും കൂട്ടി ഖുതുബി തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എന്താണ് ഈ 5 ആളുകൾ ചെല്ലുക. ബഹുമാനപ്പെട്ട ഖുതുബി അവറുകളോട് ഈ വിഷയമാണ് പറഞ്ഞപ്പോഴേക്ക് തന്നെ ബഹുമാനപ്പെട്ട ആയത്തുൽ കരീം ഓതി അവരെ ആ വിഷയത്തിനെ കുറിച്ച് ദീൻ പൊളിക്കാനുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു മമ്മുഹാജിനോട്, മമ്മുഹാജി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് വേണ്ടി ചെയ്യരുത് എന്ന് പറഞ്ഞ്
താക്കീതോടുകൂടെ നൽകുകയാണ്. ആരോട്? എല്ലാ മാസത്തിലും എന്താണ് വീട്ടിലേക്ക് വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന മമ്മുവാജിയോടാണ് പറഞ്ഞത്. മമ്മുവാജിക്ക് വിഷമമുണ്ടായില്ല, സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. മമ്മുവാജിയെ കൊണ്ടുപോയ ആളുകൾക്ക് അതിൽ നിന്ന് പാഠം പഠിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. അല്ലാഹു അഅലമു ബിസ്സവാബ്. ഇതായിരുന്നു മഹാനായ ഖുതുബി അവറുകൾ. ഇതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. ഇതുപോലെ മാത്രമല്ല, നീലിക്കണ്ടി, നമ്മൾ എല്ലാവർക്കും അറിയുന്നത് നീലിക്കണ്ടി ബീരാനാജി മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ആൾ കൽപ്പറ്റ പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യുന്ന സമയം ഉദ്ഘാടന ഹാള്, ആ നീലിക്കണ്ടിയെ പുകഴ്ത്തിക്കൊണ്ട് അന്നത്തെ ഉദ്ഘാടന പ്രസംഗികൻ BM കുട്ടി ഹസൻ ഹാജി എല്ലാവർക്കും അറിയാം. അയാൾ ഒരു 15 ദിവസം ഒരു സ്ഥലത്ത് ചെന്ന് നിന്നാൽ ആ നാട് അയാളെ കയ്യിലാവും. ആ രീതിയിൽ ജനങ്ങളെന്താണ് ഉത്ബോധിപ്പിക്കാനും പ്രവർത്തിക്കാനും അവരെ സംഘടിപ്പിക്കാനും കഴിവുള്ള വലിയ ഒരു ആളായിരുന്നു. പിന്നീട് അദ്ദേഹം എന്താണ് നൂരിഷ തങ്ങളുടെ തരീക്കത്തിൽ ചേർന്ന് അങ്ങനെ ഉണ്ടായ സംഭവ വികാസത്തിൽ ഈ കേരളത്തിൻ്റെ മതകീയ സംഘടനാ ചുറ്റുപാടിൽ നിന്ന് മൂപ്പര് പിന്നെ മാറി. ഒന്നുകിലും ഒഴിവാക്കിയതെല്ലാം മാറി. എന്തോ ആവട്ടെ, ബഹുമാനപ്പെട്ട കുട്ടി സനാജി എന്നിത് വളരെയധികം നീലിക്കണ്ടിയെ പുകഴ്ത്തി. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഖുതുബിയെ ക്ഷണിച്ചു കൊണ്ടുപോയ നീലക്കണ്ടി തന്നെയാണ്. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്, നിർത്താട് അവിടുന്ന് എന്ന് പറഞ്ഞ ഗൗരവത്തോടു കൂടെ. എന്നിട്ട് പറഞ്ഞത്രേ, ജാഹിലി, ഈ നീലിക്കണ്ടിരിക്കണം, ജാഹിലിയങ്ങളെ മുന്നിൽ അവരെത്ര പുകഴ്ത്തി കഴിഞ്ഞാൽ അവർക്ക് അപകടം വരും, അവർ ചെയ്തതിനേക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടും. മം ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന എന്നാണ് അള്ളാഹ്ക്ക് വേണ്ടി അവൾ നിർമ്മിക്കേണ്ടത്. ഇങ്ങനെ ഓരോരോ സമയത്ത് തിരുത്തേണ്ട പണ്ഡിതന്മാരെ തിരുത്തി, കേൾക്കേണ്ട പണ്ഡിതന്മാരെ കേട്ട്, അതല്ലെങ്കിൽ അംഗീകരിക്കേണ്ടവരെ അംഗീകരിച്ച്, ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ കേരള ചരിത്രത്തെ നമ്മൾ വായിച്ചാൽ കാണൂല. വായിച്ചതിനെ പറ്റിയാണ് വായിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ പലതുമുണ്ട്. ഇനി അത് മാത്രമല്ല, ഖുതുബിനെ പറ്റി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരിനോട് ഇക്കാലത്ത് ചെയ്ത 2 സംഭവമുണ്ട്. അത് ഖുതുബി തങ്ങളെ മദ്ഹ് പറയേണ്ട വിഷയമായതുകൊണ്ട് പറയാണ്. മഹാനായ പൊന്മള അബ്ദുൽ ഖാദിർ, ഇപ്പം അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാകുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എനിക്ക് ചെലവ് വീട്ടുകാരനും കൂടിയാണ്. ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞ 2 സംഭവം. ഒന്ന്, തലക്കടത്തൂർ ഭാഗത്ത്, തിരൂര് ഭാഗത്ത് മഹാനായ ഖുതുബി തങ്ങളെ കൊണ്ടുവരികയാണ്. അത് കറാമത്താണ്. ഖുതുബി തങ്ങളെ കൊണ്ടുവരികയാണ്. ഒരു വലിയ മഹാനായ വലിയൊരു പണക്കാരൻ, അദ്ദേഹം ഇതിൻ്റെ ചാരു കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാലിങ്ങനെ കയറ്റി വെച്ച് വെക്കുക. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണ്. ആ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരും സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ ആര് വന്നാലും നമ്മളെ മുതലാളി സാഹിബ് എഴുന്നേൽക്കുന്ന സ്വഭാവം മൂപ്പർക്കില്ല. മൂപ്പരായി ഇരുത്തിയിരിക്കും. ഓരോരുത്തർക്ക് നിശ്ചയിച്ച ഓരോരോ മേഖലകളുണ്ട്, അവിടെ ഇരിക്കാൻ വേണ്ടി പറയത്രേ. അങ്ങനെ പൊന്മള പറയാം അവരോട്, അന്ന് അവിടെ മുദരിസുള്ള ആ ഭാഗത്ത്, അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ വിവരം വെച്ചിട്ട് പറയാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുതുബി അതുവരെ എത്തിയിട്ടില്ല. എല്ലാവരും വന്ന് ഓരോ സ്ഥലത്തിരിക്കാൻ പറഞ്ഞു. ഈ മുതലാളിൻ്റെ അടുത്തൊരു ചെയറുണ്ട്. ആ ചെയറിൽ ആരെയും ഇരുത്തിയിട്ടില്ല. മഹാനായ ഖുതുബി റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറിയപ്പോൾ സയ്യിദന്മാരും ആലിമീങ്ങളും ഒന്നായിട്ട് ഒരൊറ്റ എഴുന്നേൽക്കൽ. എല്ലാവരും കൊണ്ട് എഴുന്നേറ്റ്. പക്ഷേ നമ്മളെ മുതലാളി എഴുന്നേറ്റില്ല. മുതലാളിൻ്റെ അടുത്ത ചെയറിലേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കും ഉസ്താദേ പറഞ്ഞു. മഹാനായ ഖുതുബി റളിയല്ലാഹു അൻഹു ആ കസേരയിൽ ഇരിക്കുന്നു. മുതലാളിൻ്റെ കസേരൻ്റെ കാല് പൊട്ടി മുതലാളി ഒരൊറ്റ വീഴ്ച. ഖുതുബിൻ്റെതായ ചെയറിലിരിക്കുകയാണ്. ഈ സമയത്ത് ഈ മുതലാളിൻ്റെ ഇരിക്കുന്ന ചെയർ പൊട്ടി വീണ് അദ്ദേഹത്തിന് പിന്നെ നടുമുള്ളു പൊട്ടിയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മരിക്കുന്നത് വരെ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ എന്താ നമ്മളിതിന് പറയുക? ഇങ്ങനെ ഒരാൾ നമ്മളിങ്ങനെ വായിച്ചിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മൗലാന എഴുതിയതും പൊന്മളിയും പറഞ്ഞു, പൊന്മളി അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇവിടെ നമ്മളെ ചാവക്കാട് ഭാഗത്ത് മറ്റേ അബൂക്കുറിയിൽ വെന്മേനാട് മുതൽ ദർസ് നടത്തുന്ന കാലം വിശദീകരിക്കുകയാണെങ്കിൽ വെന്മേനാട് ദർസ് നടത്തുന്ന കാലം അവിടുത്തെ ഒരു മുദരിസുണ്ട് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അയാൾ അവിടുത്തെ പ്രമുഖന്മാരായ ചില ആളുകൾക്കും ചില ശിഷ്യന്മാർക്കൊക്കെ എന്ത് ചെയ്യും, ഇബ്നു തീമിയത്തുൽ അർറാനി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കിതാബ് ദർസ് നടത്തി കൊടുക്കും. അപ്പോൾ അബ്ദുറഹ്മാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ നമ്മൾ ചാപ്പനങ്ങാടി ബീലാൻകുട്ടി ബാപ്പു മുസ്ലിയാരുടെയൊക്കെ മുരീദാകുന്നൊരു പണ്ഡിതനുണ്ട്, പൊന്നാനി പണ്ഡിതനാണ്. അവർക്ക് അത് തീരെ പിടിക്കണില്ല. കാരണം ഇബ്നു തീമിയൻ്റെ കിതാബല്ലേ പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക്. അത് അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ ഉണർത്തിയിട്ട് മൂപ്പരോട് നിർത്തണമില്ല. മുത്തവല്ലിയോട് ചെന്നിട്ട് പറഞ്ഞു, മുത്തവല്ലിയും സ്വീകരിക്കണില്ല. മുത്തവല്ലി അവിടുത്തെ പണക്കാരനാണ്, പള്ളി നടത്തുന്ന ആളാണ്, മൂപ്പർക്ക് വേറൊരു മാർഗവുമില്ല. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനമെടുത്തു, ഈ മുതലാളിക്കും ഖാദിറും മുദരിസിന് എതിരിൽ നിൽക്കുന്ന ആളുകൾ നാട്ടിലെ പാവങ്ങളാണ്. ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളുടെ ഈ പറഞ്ഞ മുത്തവല്ലി ആണെങ്കിൽ ആരെ കൂടിയാണ്? ഈ പറഞ്ഞ മുദരിസിൻ്റെ കൂടെ. അങ്ങനെ എന്ത് ചെയ്തു, പ്രശ്നങ്ങളായപ്പോൾ പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖുതുബിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടു കൂട്ടരും അത് ഇത്തിഫാക്ക. അങ്ങനെ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ കാണുമല്ലോ, രണ്ടു കൂട്ടം ഇത്തിഫാക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഖുതുബി തങ്ങൾ നേരെ കൊണ്ടുവന്ന് മുതലാളിൻ്റെ വീട്ടിലാണ്. ഖുതുബി തങ്ങളെ സൽക്കരിക്കാൻ സാധുക്കൾക്ക് കഴിയില്ല.
മുതലാളി എന്ത് ചെയ്തു? ഖാദർ മുസ്ലിയാരും മുതലാളി അനുകൂലിക്കുന്നവരെ വീട്ടിലേക്ക് അങ്ങനെ വരാൻ അനുവദിച്ചു. എതിർക്കുന്ന ആളുകളെ അങ്ങോട്ട് കടക്കാനേ അനുവദിച്ചില്ല. അപ്പോൾ നാട്ടുകാരെന്ത് ഉറപ്പിച്ചു? എന്തായാലും കുത്തുബി അവറുകൾ ഈ മുദരിസിന് അനുകൂലമേ തീരുമാനിക്കുകയുള്ളൂ, നമ്മളിത് തോറ്റു എന്ന് കണക്കൂട്ടി. എങ്കിലും പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി 2 ദിവസം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഖാദറുലിനോട് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയിട്ട് കുത്തുബിൻ്റെ പ്രഖ്യാപനം. എല്ലാവരും വിചാരിച്ചെന്താ, മുദരിസ് ഇവിടെ നിൽക്കട്ടെ, യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു വിചാരിച്ച. കുത്തുബി ഇതൊന്നും വേറൊന്നും അറിയില്ല. കുത്തുബി പറഞ്ഞു, അബ്ദുൽ ഖാദർ മുസ്ലിയ തൽക്കാലം ഇവിടെ നിന്ന് രാജിവെക്കുക, വേറെ ദർശിൽക്കുക, ഇവിടെ പുതിയൊരു മുദരിസിനെ കൊണ്ടുവരിക. ഇത് പറഞ്ഞപ്പോൾ മുതലാളി ഇത് പറയാനല്ല ഞങ്ങളെ കൊടുന്നേക്കണമെന്ന് പറഞ്ഞത്ര മുതലാളി ഇരിക്കണം അവിടെ പറഞ്ഞത്. അതുവരെ നോക്കി 2 ദിവസം 3 ദിവസമായിട്ട് പെരുമാൾ പിന്നെ സൽക്കരിച്ച ആൾ ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞതിനോടുകൂടെ പിന്നെ ഇരുന്നു. പിന്നെ പറയപ്പെടുന്നു, ഈ പറഞ്ഞ മുതലാളി പിന്നെ മരിക്കുന്നത് അവർ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ വാക്കുകൊണ്ട് മുഖത്ത് കാണാൻ നോക്കിയാൽ ബഹുമാനപ്പെട്ട നമ്മളെ കരിമ്പനക്കൽ ഏലംകുളം മുഹമ്മദ് മുസ്ലിയാർ ഇരുമ്പുഴി മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ടവരിനോട് പറഞ്ഞു ഒരു സംഭവം. ഏലംകുളം മുഹമ്മദ് മുസ്ലിയാർ നമ്മളെ ഇരുമ്പുഴി മുദരിസ് എന്ന പേരിലാണ് അറിയപ്പെടുക. മൂപ്പര് പറയാണ്, അത് മൂപ്പര് കുട്ടിയലിയാരെ എടുത്ത് ഓതുന്ന സമയത്ത് അവിടെ പള്ളിയിൽ എന്ത് ചെയ്യും, കുത്തുബിയെ കൊണ്ടുവരും. ചെമ്മങ്കടത്തെ പള്ളിയിൽ അവരെക്കാൾ പ്രായമുള്ള നമ്മളെ പാനായിക്കൊടുത്ത് അബ്ദുറഹ്മാൻ പാപ്പാനും കൊണ്ടുവരും. പക്ഷെ കുത്തുബി ഉള്ള അന്നല്ല അബ്ദുറഹ്മാൻ ഉണ്ടാകുക, അബ്ദുറഹ്മാൻ ഉള്ള അന്നല്ല കുത്തുബി ഉണ്ടാകുക, അത്ര ഉള്ളൂ. നമ്മളെ മെമ്മൂലിയർ പറയാം, കുത്തുബി വന്നാൽ നാട്ടുകാർക്ക് അറിയ തെളിവ്, പള്ളിൻ്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കില്ല. അടുത്തു കൂടി ആ ഇടവഴിയിൽ കൂടി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരും എന്ത് ചെയ്യും, ശബ്ദമില്ലാതെ. കുത്തുബി വന്നു എന്നുള്ള തെളിവാതാ. ആ മുഖത്ത് കണ്ട് നോക്കാൻ കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല. അത്ര ഹൈബത്ത് കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹിച്ചൊരു മഹാൻ. എന്നാൽ പാനായിക്കുളം വന്നാലോ മൂപ്പര് തന്നെ പറയാം, പാനായിക്കുളം വന്നാൽ കുട്ടികൾ റൂമിൽ നിന്ന് പുറത്തു പോകില്ല. എനിക്ക് ആ ഇജാസത്ത് വേണം, ഈ ഇജാസത്ത് വേണം, മറ്റതാ മറിച്ചാന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ഓരോരുത്തർക്ക് ജമാലിയത്തും ഒരാൾക്ക് ജലാലിയത്തും കൊടുത്തത്രേ ഉള്ളൂ. ആ 2 ആളില്ലെങ്കിൽ സമസ്ത എന്നില്ല. ബഹുമാനപ്പെട്ട പിന്നെ ഇവിടെ കൂടുന്ന ആൾക്കാർ അനുകൂലിച്ചാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല. ആ 2 ആളുകളെ കൊണ്ടാണ് സമസ്തകാല ജമിയത്തുൽ ഉലമക്ക് അള്ളാഹു തആല എന്ത് ചെയ്ത് ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. രാവും പകലും പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനായ പോലത്തെ ആളുകൾ, അവർക്ക് ഓജസ്സും ഇതൊക്കെ നൽകിയിട്ടുള്ളത് മഹാനായ ഖുത്ബി ഒരു ഭാഗത്ത്, മഹാനായ പാനായിക്കുള്ളൊരു ഭാഗത്ത്. 2 പേര് ഇതിന് അനുകൂലം വന്നപ്പോൾ എതിർപ്പുള്ള ഉസ്താദന്മാരൊക്കെ എന്ത് തൽക്കാലം നിർത്തി. കാരണം ഖുത്ബി അങ്ങനെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെയും മറ്റുള്ള ആളുകളുടെയും ഇടയിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഖുത്ബിയോടുള്ളതായ ആ ബഹുമാനം അത്ര ഊക്കലാണ്. മസലയിലൊക്കെ അവരോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. നമ്മൾ മുഴുത്തമതായ പല മസല നോക്കിക്കഴിഞ്ഞാൽ ഖുത്ബിയോടുള്ള ഫത്വ ലാഹിറിൽ നമുക്ക് ഒക്കൂല. ഇവിടെ വേങ്ങര പുത്തമ്പറമ്പ്, നമ്മൾ മുദരിസായിരുന്ന സ്ഥലം പുത്തമ്പള്ളി. ആ പുത്തമ്പള്ളിയിൽ അവിടെ ജുമ ഉണ്ടാക്കേണ്ട ചർച്ച. ഈ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, നാട്ടുകാർ പല തട്ടിലായി. അവിടെ കാവുങ്ങൽ എന്ന് പറഞ്ഞ പള്ളിയിലെ ജുമ ഉള്ളൂ. അപ്പോൾ ഇവിടെ അന്നലാണെങ്കിൽ ജനങ്ങൾ വളരെ കുറവാണ്. അവിടെ ജുമ ഉണ്ടാക്കണമെന്ന് നാട്ടുകാരിൽ നിന്ന് കുറച്ച് ആളുകൾക്ക്, ഉണ്ടാക്കണ്ട എന്നുള്ളത് അങ്ങേപ്പുറത്തുള്ള കാവുങ്ങൽ മസ്ജിദിൻ്റെ ആളുകൾക്ക്. ബഹുമാനപ്പെട്ട അന്നത്തെ സമസ്തൻ്റെ പ്രസിഡൻ്റാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിം നബ്ബറല്ലാഹു മർക്കദ് അവരുടെ ഹദറത്തിലേക്ക് പോയി ഫത്വ വാങ്ങി. അവിടെ ജുമക്ക് പറ്റൂല എന്നാണ് ഫത്വ കൊടുത്തത്. നാട്ടുകാർക്ക് ഫത്വ ജുമാവാണല്ലോ. അവർ പോയിട്ട് എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട ഖുത്ബി ഓറെ കണ്ടു. ഖുത്ബി ഓറൻ ഫത്വ അതിനനുസരിച്ച് പഠിച്ചതിൻ്റെ ശേഷം പറഞ്ഞു അവിടെ ജുമ നടത്താവുന്നതാണ്. അങ്ങനെ ഒരു കല്യാണ സദസ്സിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങളെ നാട്ടുകാർ കാണും, ഞങ്ങളിങ്ങനെ ഖുത്ബി ഓറെ ഹദറത്തിൽ പോയിരുന്നു, അവരിങ്ങനെ ഫത്വ തന്നു, നിങ്ങൾ അതനുസരിച്ച് അമൽ ചെയ്തോളി, ഞാൻ തന്ന ഫത്വ കൊണ്ട് മടക്കി തരണം എന്ന് പറഞ്ഞു. ആ കടലാസിന് തിരിച്ചു വാങ്ങി. അത് അന്നത്തെ ആലിമീങ്ങൾ. അവർക്ക് ദീന് മാത്രമേ ഉള്ളൂ, ഏതില്ല, ഭൗതികം ചിന്തയേ ഇല്ല. അപ്പം അങ്ങനെ അതാണ് ഖുത്ബി ഓർ ഫത്വ കൊടുത്താൽ അതിനെ മറിച്ച് ചോദ്യം ചെയ്യാൻ ആളുകൾക്കില്ല. ചോദ്യം ചെയ്തവരാണെങ്കിലോ അള്ളാഹു തആല അവരെ പരീക്ഷിച്ചിട്ടുമുണ്ട്. എടപ്പാൾ ഭാഗത്തുണ്ടായ സംഭവത്തെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ പറയണില്ല. ഖുത്ബി അവറുകളെ ചോദ്യം ചെയ്തു. ഖുത്ബി അവറുകളും മറ്റേ മൂപ്പരും തമ്മിൽ തർക്കമുണ്ടായി. ഖുത്ബി അവറുകൾ അവിടുന്ന് മനസ്സ് വിഷമിച്ചിട്ടു, അതല്ലാതെ അവിടുന്ന് എന്ത് ചെയ്തു, വിഷയം തീർപ്പാക്കാതെ ഇറങ്ങിപ്പോയി. അതിൻ്റെ ഫലം ഇന്നും നമ്മൾ ആ ഫാമിലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഖുത്ബി അവറുകളെ സ്നേഹിച്ചവർക്ക് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ ഒരു മുദരിസ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ പേരിപ്പോൾ തൽക്കാലം പറയുന്നില്ല, എൻ്റെ ഉമ്മയുടെ നാട്ടുകാരനാണ്, എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്. വലിയ ഒരു മുദരിസ്,
അദ്ദേഹത്തിൻ്റെ ദർസിൽ ചെന്നാൽ രണ്ട് പേരെ നമ്മൾ സാധാരണ കേൾക്കും. ഒന്ന് കുത്തുബി ഓറയും, ഒന്ന് ബഹുമാനപ്പെട്ട വണ്ടൂർ ഓറയും. അതിൻ്റെ ബറക്കത്തായിരിക്കും അല്ലാഹു തആല അവർക്ക് ഇത്രമാത്രം പദവി നൽകി. അവരെ പള്ളിൻ്റെ അടുത്ത് കൂടി നമ്മളാണ് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ എപ്പോഴും അത്ഭുത. വലിയ വലിയ മൂല്യന്മാർ അവിടെ ഇരുന്ന് എപ്പോഴും ഓതിപ്പിടിച്ചിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ വെള്ളിയാഴ്ച പോവുകയാണെങ്കിലും കാണാം, വ്യാഴാഴ്ച പോവുകയാണെങ്കിൽ കാണാം, ബൈക്കേറ്റും മറ്റൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ആളുകൾ. ഞാൻ തന്നെ അങ്ങനെ അപ്പോഴും മൂപ്പരെ കാണുമ്പോൾ നമ്മൾ കുത്തുബി അവരകളെങ്ങനെ കാണും. ആകയാൽ ബഹുമാനപ്പെട്ട കുത്തുബിക്ക് സമാനമായിട്ടുള്ള ഒരു ആലിമനെ നമ്മൾ അക്കാലത്ത് കാണാൻ കഴിയുന്നില്ല. നമ്മളെ ബഹുമാനപ്പെട്ട രാമന്താണി തങ്ങപ്പാപ്പ പറഞ്ഞ ഒരു സംഭവം, അതല്ല നമുക്ക് തെളിവ് വേറൊന്നും പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട നമ്മളെ ഒരു നിക്കാഹിൻ്റെ കേസുണ്ടായി. നിക്കാഹിൻ്റെ കേസ്, ആ പെണ്ണിനിക്ക് എന്താണ് മഹർ നൽകി എന്നൊരു പാർട്ടി. പെണ്ണിൻ്റെ പാർട്ടി പറയും മഹർ നൽകിയിട്ടില്ല, പുതിയാപ്പളുടെ പാർട്ടി പറയും മഹർ നൽകിയിരിക്കുന്നു. ആളാര ചെമ്മങ്കടവിലുള്ള അറിയപ്പെട്ട കിളിയമ്മണ്ണിലെ അക്കാലത്ത് ഉണ്ണി മുതലാളി എന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. ബാക്കി വിശദീകരിക്കണ്ട. അദ്ദേഹം എന്താണ് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു, തലാഖ് ഇല്ല. ഇപ്പോൾ പെണ്ണിൻ്റെ പാർട്ടി എന്ത് ചെയ്തു, തലാഖ് കൊടുത്തക്കണെന്ന് പറഞ്ഞു. അല്ല, മഹർ കിട്ടിയിട്ടില്ല. മഹർ 5 ഉറുപ്യ, അക്കാലത്ത് 5 ഉറുപ്യ മഹർ കിട്ടിയിട്ടില്ല എന്ന് പെണ്ണിൻ്റെ പാർട്ടി വാദിക്കുക. മുതലാളി പറയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പ്രശ്നങ്ങളായി. അതൊരു ചർച്ച ചെയ്യുകയാണ്. രാമന്തളി തങ്ങൾ പറഞ്ഞ വിഷയമാണ് അല്ലാഹു അലം ബിസ്സവാബ്. അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബി ഓറെ കൊണ്ട്, കുത്തുബി ഓർക്ക് ഈ മുതലാളിനോട് യാതൊരു താല്പര്യമില്ല. അത് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. കുത്തുബി ഓർക്ക് ഈ പറഞ്ഞ ഉണ്ണി മുതലാളി എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് ഒരു താല്പര്യമില്ല. പക്ഷേ അന്ന് അയാളൊരു മുസ്ലിമാണ്. അതേസമയത്ത് ഈ മുതലാളിൻ്റെ വളരെ ഉറ്റ സുഹൃത്താണ് ബഹുമാനപ്പെട്ട നമ്മൾ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിം നബ്ബറല്ലാഹു മർഖദ വറഫഅല്ലാഹു ദറജത. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അസല് ജീവൻ മൂപ്പരാണല്ലോ. മൂപ്പരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പാങ്ങൽക്കാരൻ മുതലാളിക്ക് അനുകൂല. പാങ്ങൽക്കാരൻ പറഞ്ഞു അവിടെ മുതലാളി പറഞ്ഞതാണ് ശരി, പെണ്ണ് പറഞ്ഞ് സ്വീകരിക്കൂല, പെണ്ണ് സത്യം ചെയ്യണം, അല്ലെങ്കിൽ സത്യം ചെയ്യിപ്പിക്കണം. അതാണ് ഞാൻ ഇപ്പോൾ ആരാണെന്നുള്ളതൊക്കെ ഇപ്പോൾ അങ്ങനെ പോട്ടെ. അങ്ങനെ കുത്തുബി ഓർ പറയും സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വാദം വന്നു, തെളിവ് രണ്ടു കൂട്ടർക്കില്ല. മുതലാളി പറയും ഞാൻ കൊടുത്തേക്കണ്. ഇപ്പോൾ പിന്നെ ഇദ്ദേഹം പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല, അല്ല പെണ്ണ് പറയും എനിക്ക് കിട്ടിയിട്ടില്ല, മുതലാളി പറയും കൊടുത്തിട്ടുണ്ട്. പാങ്ങലായമുട്ടിയിലെ കണക്ക് പ്രകാരം പാങ്ങലായമുട്ടിയിലെ ആരെ കൂടെ നിൽക്കണം, മുതലാളിൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ മൂപ്പര് നിന്നീല മുതലാളിൻ്റെ കൂടെ. അവിടെ സത്യം ചെയ്യണം എന്നുള്ളതാണ് ശരിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കുത്തുബി ഓർക്ക് ഈ മുതലാളിനോട് യാതൊരു താല്പര്യമില്ല. പക്ഷേ അപ്പോൾ അവിടെ പറഞ്ഞു സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കിടക്കുകയാണ് അത്ര കുത്തുബി അവറുകൾ. എല്ലാവർക്കും അറിയുന്ന രീതിയിൽ ആ മെമ്പറിൻ്റെ അവിടെ അങ്ങനെ തല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ മലർന്ന് കാലൊക്കെ മടക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാങ്ങൽക്കാരൻ വരുന്നത്. പാങ്ങൽക്കാരൻ കുത്തുബിനേക്കാൾ ഒരു ഇത്തിരി വയസ്സ് മുന്നിലുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു, ഫത്തുൽ മൊയ്യിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചത്രേ. മസലൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. അവരും തങ്ങൾ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞു, എന്നോട് ഇഷ്കാലാക്കണ്ട, അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല. അപ്പം സത്യം ചെയ്യിപ്പിക്കണം എന്നല്ലേ ഫത്തുൽ മൊയ്യിലുള്ള കാരണം എത്ര എന്ന് പറഞ്ഞാലും മൂപ്പര് ആ ഒരു ആ ശൈലി. എന്നോട് രാമന്തളി തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട പാങ്ങക്കാർ ഒരൊറ്റ പോക്ക് അവിടുന്ന് അങ്ങോട്ട് പോയി പള്ളീൻ്റെ അപ്പുറത്തേക്ക്. മൂല്യർ ഇങ്ങോട്ട് തന്നെ വരിയെന്ന് പറഞ്ഞത്രേ. ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞ ആ ഗാംഭീര്യത, അങ്ങനെ ഒരാളെ നമ്മൾ ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ പ്രയാസം. ആ ഗാംഭീര്യത്തോട് ബഹുമാനപ്പെട്ട അതാണ് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചാൽ ശുദ്ധിക്ക സത്യമാ വിശ്വസിക്കപ്പെടണമെന്നല്ലായിരുന്നു ഈ മുതലാളി എത്ര റുപ്യ ചെലവാക്കുന്ന ആളാണെന്ന് ചോദിച്ചത്. അപ്പോൾ ആൾ ശരിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ പ്രസിദ്ധനാണ് ആ വിഷയത്തിൽ. ഒരു ദിവസം തന്നെ 10,000 ചെലവഴിക്കുന്ന ആളാണ്. വടക്കേമണ്ണ പ്രദേശത്തിൽ നിന്ന് ചെമ്മങ്കട് വരെയും അവിടുന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ആളുകൾ ഇരിക്കും. ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണങ്ങളും മാംസങ്ങളും കറികളൊക്കെ വിതരണം ചെയ്തിട്ട് അത്രയും കോടീശ്വര പ്രഭുവാണ് അദ്ദേഹം. കാമ്പൗദൂറുമാണ് അധികാരി. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പര് 5 ഉറുപ്പ്യക്ക് വേണ്ടി കളവ് പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ചോദിച്ചാലോ. അപ്പോൾ കൂടിയവർക്കില്ല, പെണ്ണിൻ്റെ പാർട്ടിക്കാർക്കില്ല. അങ്ങനെ മൂപ്പര് പൊള്ളറിയില്ല. പൊള്ളറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സത്യം ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ. സത്യം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ കളവാണ് പറയുന്ന സാധ്യത ഉണ്ടായിട്ടല്ലേ. മൂപ്പര് കളവ് പറയില്ല, നിങ്ങളെല്ലാവരും ഇത്തിഫാക്ക്. പെണ്ണിൻ്റെ പാർട്ടിയും പറഞ്ഞ് കളവ് പറയില്ല, പിന്നെ ആർക്കും സത്യം ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാൽ വിഷയം അവിടെ വെച്ച് അവസാനിച്ചു പറഞ്ഞു. ഇങ്ങനായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഇദ്റാഖ്. അതാ ഞാൻ പറഞ്ഞു ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് ഓർമ്മയിൽ വരും. എന്നാൽ മൂപ്പര് കേരളത്തിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഗതി മൂപ്പര് അന്ന് തന്നെ നോക്കിക്കണ്ടു. ബഹുമാനപ്പെട്ടവൾ അതിനനുസരിച്ച് ബഹുമാനപ്പെട്ടവൾ അബുൽ ഹസൻ ഷാദുലി പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കിതാബുകളല്ല ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിനിക്കില്ല. മഹാനായ മുത്തുനബി ഉണ്ടാക്കിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ്റെ വ്യാഖ്യാനമായിട്ട് 1,00,000 ചില്ലാനും സ്വഹാബത്തിന് അഭിമുഖീകരിച്ച അസ്ഹാബി കന്നുജും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഓരോ സ്വഹാബിയും അനേകായിരം ഗ്രന്ഥങ്ങളാണ് പരിശുദ്ധ ഖുർആൻ്റെ മുത്തുനബിൻ്റെ വ്യാഖ്യാനങ്ങളാണ്.
എന്നാൽ അബുൽ ഹസൻ ഷാദിലി പറഞ്ഞു, എൻ്റെ കിതാബുകൾ എൻ്റെ ശിഷ്യന്മാരാണ്. ഇതുപോലെ തന്നെ മഹാനായ ഖുതുബിയെക്കുറിച്ച് നമുക്ക് പറയാം. അവരുടെ ശിഷ്യന്മാർ അനേകം ഗ്രന്ഥങ്ങളാണ്. അവരുടെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായി എല്ലാവരും എണ്ണുന്ന ആളല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വണ്ടൂർ. ബഹുമാനപ്പെട്ടവൻ അനേകം ഗ്രന്ഥം. എങ്ങനെ നമ്മൾ മൂപ്പരെ വിശേഷിപ്പിക്കുക? ബഹുമാനപ്പെട്ട കുട്ടിയിലേറെ ശിഷ്യയുണ്ട്, കുഞ്ഞാമലേര് എന്നറിയും, അരിക്കാട്ട കുഞ്ഞു മുഹമ്മദ് മുസ്ലിം എന്ന കോടൂരുള്ള മൂപ്പർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അൻവരി അറബി കോളേജിൽ മുദരിസായി നിൽക്കുന്ന സമയത്ത് മൂപ്പരുണ്ട്, ഞാനും ഉണ്ട്. എന്നോട് പറഞ്ഞു, പൊന്നാരൻ്റെ കുട്ടി ഈ പറഞ്ഞ കുത്തുബിയും അതുപോലെ തന്നെ ഈ സദഖത്തുൽ കിതാബ് ഓതിപ്പടിച്ച് കിട്ടിയതെന്നിപ്പോൾ എനിക്ക് അഭിപ്രായം, നിങ്ങൾക്ക് എന്നേ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ചോദിച്ചു. എങ്ങനെ ഓതിപ്പടിച്ചങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഇൽമിൻ്റെയും അവരുടെ പാണ്ഡിത്യത്തിൻ്റെ വിഷയത്തിൽ ആളുകൾക്ക് അക്കാലത്തെ അത്ഭുതമാണ്. അവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ചവർക്കെല്ലാം പിൽക്കാലത്ത് അള്ളാഹു തആല ബറക്കത്ത് നൽകി. അവരെ എന്തെങ്കിലും നിലക്ക് പ്രകോപിപ്പിച്ച് വിഷമിപ്പിച്ച ആളുകൾക്കൊക്കെ അതിനുള്ള പരീക്ഷണങ്ങൾ നൽകി. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ടതായ ഖുതുബി റളിയല്ലാഹു അൻഹു ഇതൊക്കെ അവർക്ക് ചെറുപ്പം മുതലേ ജന്മസിദ്ധമായിട്ട് തന്നെ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ. ബഹുമാനപ്പെട്ടവർ ദാറുൽ ഉലൂം, വാഴക്കാട് ദാറുൽ ഉലൂമിൽ മുദരിസായി നിൽക്കുന്ന കാലം ധാരാളം വിദ്യാർത്ഥികൾ ആ ഭാഗത്തേക്ക് എന്താണ് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനായും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ വേഷം അവർ എഴുതപ്പെട്ടത് അക്കാലത്തെ കേൾക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു സാധാ തുണിയും ഒരു ചുവന്ന തുണിയും ഒരു ഒരു ചുവന്ന വരയൻ തുണിയും അതുപോലെ തന്നെ ഒരു തോർത്തുമുണ്ടുമാണ് അത്ര തോളുള്ളത്. അങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ചുരുക്കി പറയാം, മഹാനവറുകളെ പറ്റി അത് അവരുടെ എഴുതി കൊടുത്ത കടലാസ് വായിച്ച സമയത്ത് പോക്കർ മുസ്ലിയരുടെ മകൻ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. ആരാണ് ആ കുട്ടി ഇങ്ങോട്ട് വിളിക്കുന്നത്? കാരണം പോക്കർ മുസ്ലിയർ ഉസ്താദാണ്. പോക്കർ മുസ്ലിയരുടെ മകൻ എന്ന് പറഞ്ഞതിനോടുകൂടെ ബഹുമാനപ്പെട്ടവർക്ക് പരീക്ഷ ഇല്ല. ബഹുമാനപ്പെട്ടവർക്ക് പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് അന്ന് വന്ന കുട്ടികൾ ആരെയും ഇൻ്റർവ്യൂ ചെയ്തില്ല എന്നാണ് കേൾക്കുന്നത്. അതാണ് അദബ്. മല്ല അദബൽ ഹുഫ ദുബ് എന്നല്ലേ. അദബിൽ ഞങ്ങൾ ദുബാവും. ഞാൻ മുമ്പൊരിക്കൽ ദബ്ബ് എന്ന് വായിച്ചു, ചിലതിനെ തിരുത്തി ഫുവ ദുബുൻ ഓ ദുബാണ്. അത് അദബാണ്. അദബില്ലെങ്കിൽ മനുഷ്യനിക്ക് വളരാൻ കഴിയില്ല. അതാണ് മഹാനായ ഖുതുബി. ഈ ഖുതുബി റളിയല്ലാഹു അൻഹു ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നേരിട്ട് ഈ കേരള മണ്ണിലാണ് പ്രതിഷ്ഠിച്ചതുപോലെ. മഖദൂമ തങ്ങളുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ മഖദൂമ തങ്ങളുടെ കിതാബിൽ നിന്ന് നമുക്ക് രണ്ട് ശൈലി വായിക്കാം. മൗലാന അനുകൂലിക്കണില്ല തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ റൂട്ട്, അതാണ് പ്രധാന 60%. വേറൊരു റൂട്ടിൽ നിന്ന് അവരുടെ ഉസ്താദാകുന്ന ഇബ്നു സിയാദിൻ്റെ വഴിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇവർ രണ്ടുപേരുമാണെങ്കിലും അവർ കായിക കുല്ലിൽ എതിരുണ്ട്. ഇനി ഇതിന് എതിരുണ്ട് ചെങ്ങ മൗലാന തിരുത്തി തരൂട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബഹുമാനപ്പെട്ടതായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മങ്കൂലും മസ്ലഹത്തും തമ്മിൽ എതിരായാൽ മങ്കൂലിനിക്ക് 1ാം സ്ഥാനം നൽകണമെന്നാണ്. അതാണ് ഹഖ്. ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തസവുഫിൻ്റെ റൂട്ട് കൂടുതൽ കടന്ന യമനിക്കാരല്ലേ. അവർ പറഞ്ഞു മസ്ലഹത്തിൻ്റെ വഴിയാണ് മുൻതൂക്കം നൽകേണ്ടത്. ചിലരുടെ മസ്ലഹത്തിൻ്റെ വഴി മുൻതൂക്കം നൽകി നമ്മളെന്തത് കോളാക്കിയിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു മസ്ലഹത്തിൻ്റെ വഴിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവർ രണ്ടും ആ വിഷയത്തിൽ എതിരാണ്. അപ്പോൾ ഫത്തുൽ മൊഴിയിൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ ആ വഴിയും ഈ വഴിയും നമുക്ക് തുലനം ചെയ്ത് കാണാവുന്നതാണ്. എന്നാൽ മഹാനായ നമ്മുടെ കഥാപുരുഷൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ വദ്ദീൻ ഷെയ്ഖു മശായിഖ്ന മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖുതുബി എന്ന് പറഞ്ഞ മഹാനവറുകൾ ഈ വിഷയത്തിന് ശരിക്കും മനസ്സിലാക്കി കേരളത്തിൽ വരാൻ പോകുന്ന ഗതി വളരെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ തുഹ്ഫ എങ്ങനെ ദർസി കിതാബാക്കുമോ. അന്ന് ബഹുമാനപ്പെട്ട ഖുതുബിയോട് വിയോജിപ്പുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ദർസിൻ്റെ കിതാബ് ഏതാണ്, അതുപോലെ തന്നെ മുത്താലേൻ്റെ കിതാബെ തിരിച്ചറിയാത്ത സമൂഹം എന്ന് ഖുതുബി തങ്ങളെ മോശപ്പെടുത്തിയ. പക്ഷേ അങ്ങനെ മോശമാക്കി ആവില്ലെന്ന് വിചാരിക്കുക. നമ്മൾ വലിയവരല്ലേ പറയണത്. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു, ഖുതുബിയെ ദർസിൻ്റെ കിതാബാക്കി അംഗീകരിച്ചു. അവരെ ദർസിൽ മാത്രമല്ല ജാമിഅ നൂരിയയിൽ പോലും സ്ഥാപിച്ചു. ഇല്ലെങ്കിൽ അതാണ് വെച്ചതിനോടുകൂടെ എന്ത് ചെയ്തു, കേരളത്തിൽ ഇബ്നു ഹജറുൽ ഹൈതമിയാണ് മുന്നിൽ നിൽക്കുന്നത്. എവിടെ നോക്കിയാലും ഇബ്നു ഹജറുൽ ഹൈതമി, എവിടെ നോക്കിയാലും ത്വയ്ഫത്തുൽ മുഹ്താജ്. ഇപ്പോൾ ഓതി കൊടുത്ത് എല്ലാവരും ഓതി കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ തെർശിഹാരം പറഞ്ഞു ബഹുമാനപ്പെട്ട യാനത്തിൻ്റെ ഷാരിഹ് തെർശീഹ് നമ്മൾ മൗലാന എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖുതുബിവർക്ക് വലിയ തൃപ്തിപ്പെട്ട ആളായിരുന്നു കിതാബായിരുന്നു അത്. അപ്പോൾ ഞാനും സന്തോഷിച്ചു. അൽഹംദുലില്ലാ. നമുക്ക് ഓതിന് അന്ന് ആകെ താല്പര്യമുള്ളവർ ഷറാഹത. ഇയാനത്ത് മറ്റുള്ള മുത്താലിമ്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കത് തിരിയില്ല, ഒന്നും തിരിഞ്ഞിട്ടല്ല. കുട്ടികളൊക്കെ ഇയാനത്ത്, ഉസ്താദൊക്കെ ഇയാനത്ത് മേലാണ്. നമുക്ക് എന്തില്ല അതിമ്പോൾ തീരെ പിടുത്തല്ല, അവിടെ നോക്കിയിട്ടില്ല. നമ്മൾ ബഹുമാനപ്പെട്ടത് തെർശീനോട് നമുക്കൊരു താല്പര്യം. അപ്പോൾ ഖുതുബി ഓരോടെ താല്പര്യം പറഞ്ഞപ്പോൾ സന്തോഷം. അൽഹംദുലില്ലാ. മഹാനായ തെർശീഹ്
ആ തെർശീകാരം പറയാം, പഴയ കാലത്തെ ഉലമാവിൻ്റെ ഇൽമിൻ്റെ അവരുടെ ബുദ്ധിയും അവരുടെ വിലയും അവരുടെ നിലയും അളക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന മഹാന്മാർ ഉപയോഗിച്ചിരുന്നത് തുഹഫൻ്റെ ഇബാറത്ത് വായിച്ച് അർത്ഥം വെക്കാനാണ്. ഇപ്പോൾ തുഹഫ എല്ലാവരും ഒതുക്കി കൊടുക്കുക, എല്ലാ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിലും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ പാടെ കൂടി. അത് പിന്നെ അങ്ങനെ ഒരു കാലം. ഏതായാലും തുഹഫയെ മുന്നിൽ വെച്ചു. കാരണം ഇബ്നു ഹജറുൽ ഹൈതമിയാണ് നമ്മുടെ റോൾ മോഡൽ. കേരള മഖ്ദൂമികളുടെയും എന്നല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ റോൾ മോഡൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമിയാണ്. കാരണം അവർ കൈവച്ച വിഷയം മുഴുവൻ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ തിളങ്ങാത്തത്? എങ്ങനെയാണ് ഒരു വിഷയത്തിന് നേരെ ആ രീതിശാസ്ത്രം കൃത്യമായി പഠിപ്പിച്ചു. നഹവിൻ്റെ കിതാബുകളെടുത്താൽ, സർഫിൻ്റെ കിതാബുകളെടുത്താൽ, മന്തിക്കുമായിട്ട് നമ്മളെങ്ങനെ, ഫൽസഫയുമായി എങ്ങനെ, മറ്റുള്ളതായി ഇതര വേദഗ്രന്ഥങ്ങളുമായി നമ്മളെങ്ങനെ, മദ്ഹബിനെ എങ്ങനെ സമീപിക്കണം, ഇതെല്ലാം കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, മുഗൾ ചക്രവർത്തിമാരെ നിശ്ചിതമായി വിമർശിക്കുന്ന ആളുകൾ ഇവിടെ ധാരാളമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഷാജഹാൻ ചക്രവർത്തി ചെന്നിട്ട്, ഷാജഹാൻ ചക്രവർത്തി അല്ലേ, ഉമയൂൻ ചക്രവർത്തി ചെന്നിട്ട് ബഹുമാനപ്പെട്ടതായ ഇബ്നു ഹജറുൽ ഹൈതമിൻ്റെ അടുക്കൽ ചെന്നു, ഞങ്ങൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു ഗ്രന്ഥം എഴുതി തരണം. ബഹുമാനപ്പെട്ടവരെഴുതി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നോട് ആവശ്യപ്പെട്ടത്, സുൽത്താൻ നല്ല സുൽത്താനാണ്, സുന്നിയാണ്, പിന്നെ ഭരണകർത്താവ് എന്നുള്ളവർക്ക് ചില കുറവൊക്കെ വരും, അത് നമ്മൾ അല്ലാഹു തആല മാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഈ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഭരണകർത്താക്കളെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നഹവിൻ്റെ മസ്അല സമീപിക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാമുൽ അൻസാരിക്ക് വളരെ പ്രാധാന്യം കൊടുക്കും മൂപ്പര്. നമ്മളൊക്കെ ആദ്യം കണ്ടത് ഇബ്നു ഹിശാമുൽ അൻസാരി. കാരണം റളിയുൽ മില്ലത്തി വദ്ദീനെ പറ്റി ഇങ്ങനെ ചില ഭാഗത്തിലൊന്നും ഇങ്ങനെ കേൾക്കുമോ, പല കിതാബിലും അങ്ങനെ തന്നെ ഉള്ളത്. വല്ലാത്ത രീതിയിൽ വിശദീകരണം. ഇപ്പോൾ ഒരാൾ പദപ്രയോഗ ശൈലി മാറ്റി നമ്മൾ പറയാൻ, റളിയൊക്കെ ഇവിടെ നോക്കിയവർ ആരുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് ദർസിൽ. അപ്പോൾ അന്നലക്കൊക്കെ നമുക്ക് റളിയിനോട് താല്പര്യം വന്നു. അപ്പോൾ ഇബ്നു ഹിശാമുൽ അൻസാരി ബഹുമാനപ്പെട്ടവർ പുകഴ്ത്തി റളിയിനെ എതിർത്ത സമയത്ത് ഇബ്നു ഖാസിമിനാണെങ്കിലോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനിയോ ഇബ്നു ഹജറുൽ ഹൈതമിയോ നിങ്ങൾ തോണ്ടണ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഒരു രണ്ടാളും ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു തങ്ങൾ സുൽത്താനുൽ, പിന്നെ ബഹുമാനപ്പെട്ട മുല്ല അലിയുടെ കാര്യം, ഇവർ രണ്ടാളും എന്ത് ചെയ്യും, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമിനെ ഒന്ന് തോണ്ടിയതുകൊണ്ടായിരിക്കണം അവരങ്ങനെ തന്നെ ആയി. സംഗതി വലിയ മഹാന്മാർ തന്നെയാണ്. അതുപോലെ തന്നെ കുത്തുബി തങ്ങളെ തോണ്ടിയാലും അങ്ങനെ തന്നെ ഉള്ളത്. തലാമിദത്തിൽ നിന്നുള്ള വഅദ് മൂപ്പരെ തോണ്ടിയാലൊക്കെ അങ്ങനായി. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ നമ്മളൊക്കെ തോന്നിപ്പോയി, ഇബ്നു ഹിശാമുൽ അൻസാരി ആരാണ്? അൻസാരിയാണല്ലോ. ഇബ്നു ഹജറുൽ ഹൈതമി അൻസാരിയാണ്. അപ്പോൾ അന്നലക്ക് പോയെത്തിയതാവണോ തോന്നിപ്പോയി. പക്ഷേ പിന്നെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇബ്നു ഹിശാമുൽ അൻസാരി മങ്കൂലാത്ത് കൊണ്ട് സമർത്ഥിക്കുന്ന ആളാണ്. റളിയുൽ മില്ലത്തി വദ്ദീൻ മങ്കൂലാത്തുകളെ അഖ്ൽ കൊണ്ട് സമർത്ഥിക്കുന്ന ആളാണ്. ഒരു കൂഫി ചിന്താഗതി ഉണ്ട്. അപ്പോൾ മനസ്സിലായി ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെടുത്ത പോയിന്റ്, മങ്കൂലിനേക്കാണ് മസ്ലഹത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം. അന്ന് ലോകത്തൊക്കെ ഇബ്നു തൈമിയ്യത്തുൽ ഹർറാൻ്റെ കിതാബ് കുഴിച്ചുമുടപ്പെട്ട സമയമാണ്. ആര് വായിക്കാണ്ട്, ആര് കേൾക്കാണ്ട്, ആരറിയാണ്ട്. ഈ സമയത്ത് ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനിയെ മറ്റ് ചിലരെല്ലാം എന്താണ് ഗ്രന്ഥം വായിച്ച ചിലരൊക്കെ പുകഴ്ത്തിയല്ലോ. ഇബ്നു ഹജറുൽ അസ്ഖലാനി പോലും പുകഴ്ത്തി, വലിയ വലിയ മഹാന്മാരായ ചില ആളുകൾ പുകഴ്ത്തി. തഖിയുദ്ദീൻ സുബ്ക്കി എതിർത്തു, താജുദ്ദീൻ സുബ്ക്കി എതിർത്തു. എന്നാലും സമൂഹത്തിൽ വേറുള്ള പലരും അനുകൂലിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അത് ഈ സുന്നികളല്ലാത്തവർക്കൊക്കെ രണ്ട് മുഖം ഉണ്ടാവും. സുന്നികൾക്ക് മാത്രമേ ഒറ്റ മുഖമുള്ളൂ. രണ്ട് മുഖം വെച്ച് സുന്നി അല്ലാത്ത മുഴുവൻ ആളുകൾക്കുണ്ട്. ദൈവബന്ധി ഉലമാക്കളുടെ ചരിത്രം വായിച്ചാൽ രണ്ട് മുഖം അവർക്ക് കാണും. അതുകൊണ്ട് ഒരു മുഖം വായിച്ച ആളുകൾക്ക് നല്ലവരായിട്ട് തോന്നും, മറ്റേ മുഖം വായിച്ചവർക്ക് അങ്ങനെ. പക്ഷേ ബറേലി ഉലമാക്കൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേലി അങ്ങനെയല്ല, ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ. പറയാനുള്ളത് പറയും, ആരുടെ മുഖത്തും പറയും. ബഹുമാനപ്പെട്ടതായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ നിലക്ക് ഇബ്നു ഹിശാമുൽ അൻസാരി കൊണ്ടുവന്ന്, അപ്പം എന്താ മൂപ്പര് മങ്കൂലാത്ത് കൊണ്ട് കാണും. ഇങ്ങനെ നഹ്വ് എങ്ങനെ കാണണം. പിന്നെ ബഹുമാനപ്പെട്ടവരാണെങ്കിലോ ഈ കാണുന്ന ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി, അയാളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അയാൾ ഒരു പ്രതിഭാസമാണ്, ഒരു പാരാവാരം. അയാൾക്ക് മറവിയാണ് സംഭവമില്ല, എല്ലാം ഓർമ്മ. ഇങ്ങനത്തെ ഒരു മനുഷ്യന് സമൂഹത്തിൽ വേരുണ്ടായാൽ അത്ഭുതമില്ല. ഈ വേരുള്ള സമയത്ത് അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി യുശാഫി ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി മരണപ്പെട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി ളാല്ലുൻ, എല്ലാം കൊണ്ട് വഴിപേഴ്ചവൻ, മുദില്ലുൻ, എല്ലാം കൊണ്ട് വഴി പേഴ്പ്പിക്കുന്നവൻ, ആമലഹുല്ലാഹു ബിഅദ്ലിഹി, അയാൾക്ക് അർഹമായത് അള്ളാഹു കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആദ്യം വായിക്കുമ്പോൾ ഫത്താവൽ ഹദീസിൽ നിന്ന് നമ്മൾ അത് ആദ്യം കാണുന്നത് 983 കാലത്ത് അതിന് കാണുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി. ഇത് കുറച്ച് കടുപ്പല്ലേ.
പിന്നെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലായത് പറഞ്ഞാൽ പോരാന്നപ്പോൾ തോന്നുന്നത്. അയാൾ അന്ന് എഴുതിയത് കൊണ്ടാണ് പിന്നീട് വന്ന ഇബ്നു അബ്ദുൽ വഹാബ് നജിദി എന്ന് പറഞ്ഞ മനുഷ്യൻ അത് വെച്ചിട്ട് ലോകത്തെ ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിച്ചത്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ഉള്ളൂ. രാഷ്ട്രീയ രംഗത്ത് ഇടതുരംഗം എന്ന് പറഞ്ഞതുപോലെ BJP ആണെങ്കിൽ പോലും ഇടതുരംഗം, അതെന്താണെന്ന് ഇപ്പോൾ വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്. സുന്നി രംഗത്ത് എന്താണ് ജമാഅത്തെ ഇസ്ലാമി രംഗം. അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ രംഗം മുഴുവൻ എവിടെയുള്ളത്? അത് പറഞ്ഞ ത്രിമൂർത്തികളുണ്ടല്ലോ, ജമാലുദ്ദീൻ അഫ്ഗാനി, അയാളെപ്പറ്റി കാഫറ എന്നാണ് അക്കാലത്ത് ഫത്വണ്ടെന്ന് ആരാ പറഞ്ഞു? ഞാനല്ല. പ്രബോധനം മാസികൻ്റെ 60ാം വാർഷിക പതിപ്പിൽ ഓലന്നെ എഴുതിയതാണ്. അയാളെപ്പറ്റി അന്നത്തെ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ കാഫറാന്നാണ് ഫത്വ കൊടുക്കിട്ടുള്ളത്. ആ ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദുർ റിള, മുഹമ്മദ് അബ്ദ, ഇവർക്ക് മുഴുവൻ ആശയസ്രോതസ്സായി നിന്നിട്ടുള്ളത് നമ്മളെ ഇബ്നു അബ്ദുൽ വഹാബ് നജീദിയാണ്. അയാൾക്ക് പ്രോത്സാഹനമായിട്ട് നൽകിയതോ ഇബ്നു തൈമിയ്യ. അപ്പം ഇത്രയും ഈ രീതിയിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന അങ്ങനത്തെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി, ആ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ കേരളത്തിൻ്റെ മണ്ണിൽ അതുപോലെ ജീവനോടുകൂടെ നിലനിർത്തിയതുപോലെ ഇന്നിപ്പോൾ എവിടെ നോക്കിയാൽ നമുക്ക് ഇബ്നു ഹജറുൽ ഹൈതമിയെ കാണാൻ കഴിയും. അവരുടെ പ്രതീകമായിട്ട് അവരുടേതായ ആ രീതിയിൽ മഹാനായ ഖുതുബി തങ്ങളുടെ കറാമത്ത് കൊണ്ടും അവിടുത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ടും അവിടുത്തെ ഷെയ്ഖ് ഇമ്പിച്ചുകോയ തങ്ങൾ പാപ്പാൻ്റെ കറാമത്ത് എല്ലാം പാടെ കൂടിയിട്ട് കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കളെയും സുന്നികളെയും നടത്തേണ്ട വഴി അവിടുന്ന് ശരിയായ രീതിയിൽ പഠിപ്പിച്ചു തന്നു. അതാണ് ബഹുമാനപ്പെട്ട ഖുതുബി. ആ ഖുതുബിയുടെ ശിഷ്യന്മാർ ആ മസലക്ക് എന്താണെന്ന് കൃത്യമായി ഇനി കുറേ പറയണ്ടല്ലോ, ആ മസലക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അതിൽ കൂടി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു ബഹുമാനപ്പെട്ട വണ്ടൂര് ശൈഖുന അവറുകളും ഖുതുബി അവരുടെ ശിഷ്യന്മാരും മഹാനായ കുഞ്ഞർമുട്ടിൽ പാപ്പൻ അബ്ബറല്ലാഹു മർഖദ അവറുകൾ, അതുപോലെ തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവറുകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ ശിഷ്യന്മാരൊക്കെ ബഹുമാനപ്പെട്ട ഖുതുബി അവരുടെ വഴിയിലാണല്ലോ സഞ്ചരിച്ചിട്ടുള്ളത്. ആ വഴി ശരിയായ ശിരസ വഹിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവറുകൾ, മൗലാന അവറുകൾ എന്ത് ചെയ്യുന്നു പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ വഴി നിങ്ങൾ ശരിയായി മനസ്സിലാക്കി ആ വഴിയിൽ ഉറച്ചു നിന്ന് ഖുതുബി തങ്ങളുടെ മേൽ ഫാത്തിഹയും യാസീനൊക്കെ ഓതി അവിടുത്തെ ബറക്കത്ത് നമ്മൾക്ക് അനുഭവമാണ്. ഖുതുബിയോടുള്ള ബറക്കത്തും അതുപോലെ തന്നെ വണ്ടൂര മൂപ്പരൊക്കെ ബറക്കത്തും നമുക്ക് വ്യക്തമായി അനുഭവപ്പെട്ടതാണ്. അതിന് വിശദീകരിക്കുക ശരിയല്ലാത്തത് കൊണ്ട് പറയാം. അപ്പോൾ ബഹുമാനപ്പെട്ട ഖുതുബിനൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടേതായ തലമുറയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ കാണിച്ചു തന്ന ആ വെളിച്ചം കെടാതെ ശോഭിച്ചുകൊണ്ട് നിലനിർത്തേണ്ട ഒരു കടമ നമുക്കുണ്ട്. അതെല്ലാവരും നമ്മളെല്ലാവരും അത് ശിരസാ വഹിക്കണമെന്നും ബഹുമാനപ്പെട്ട അവരുടെ വഴിയിൽ കൂടി സഞ്ചരിച്ചവരാണ് ബഹുമാനപ്പെട്ട കോടംപോയ ഉസ്താദ്. കുഞ്ഞാലി ഉസ്താദിനെ പറ്റി ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാനായ ശംസുൽ ഉലമ കീഴന ഓറുടെ അതേ രൂപം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളി. ബാക്കി ഞാൻ വിശദീകരിക്കേണ്ട. മഹാനായ കുഞ്ഞാലി ഉസ്താദിന് ബഹുമാനപ്പെട്ട ബർക്കത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. മറ്റേ കോടംപോയ ബാബു മുസ്ലിയാൽ അവരെ പറ്റി എല്ലാവർക്കും ഒരു ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ അടുത്തും കൂടി ഞാൻ മൂപ്പരെ ഗ്രന്ഥം ഒന്ന് കണ്ടു വായിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ബഹുമാനപ്പെട്ടവർ, അതുപോലെ തന്നെ പൂക്കോട്ടൂർ മൂപ്പരാണെങ്കിൽ നമ്മളെ സീനിയറാണ്, ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദിൻ്റെ ശിഷ്യനാണ്, ബഹുമാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ എന്താണ് ആ ഖുതുബി തങ്ങളുടെ വഴി, അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ഖുതുബി തങ്ങളുടെ മസ്സിലൊക്കെ അങ്ങനെയുള്ള അതിൻ്റെ ഇത് പേശു എന്നാലും നമ്മൾ തെറ്റിയതാണ്. അനുജൻ കുട്ടികളിലൂടെ അനുജൻ അബ്ദുള്ള കുട്ടി മുസ്ലിയാരുടേതായ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ ബാക്കവി. എല്ലാവർക്കും അറിയാം. നമ്മൾ വെല്ലൂർ പഠിച്ചിരുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്കറിയാം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഖുതുബി തങ്ങളുടെ മസലക്കിൽ കൂടി ആ വഴിയെ ബഹുമാനിച്ച് ആദരിച്ച് അംഗീകരിച്ച് വന്നതുകൊണ്ട് അള്ളാഹു താല കൊടുത്ത നിഅമത്താണ്, ബറക്കത്താണ്. അള്ളാഹു താല അത് എല്ലാ നിലക്കും ഉപകാരപ്രദമാക്കി കൊടുക്കട്ടെ. നാം എല്ലാവരും ഖുതുബി തങ്ങളെയും അവരുടേതായ വഴിയെയും അംഗീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അതിൽ നിലനിന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിന് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ കറക്റ്റ് വഴിയിൽ കൂടി സഞ്ചരിച്ച് അള്ളാഹുവിലേക്കും ഹബീബായ റസൂലുള്ളാഹിയിലേക്കും എത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.